പ്രണയിതാക്കളുടെ ആഘോഷ ദിനമാണ് വാലന്റൈൻസ് ഡേ. പ്രണയിക്കുന്നവർ പരസ്പരം ഹൃദയം കൈമാറിയും മനസ്സിൽ തോന്നിയ പ്രണയത്തെ തുറന്നു പറഞ്ഞും ഈ ദിനത്തെ നമ്മൾ ആഘോഷിക്കാറുണ്ട്. പ്രണയം വരുന്ന വഴികൾ പലതരത്തിലാണ്. കൂട്ടുകാർ ചേർന്ന് ഒരു കൂട്ടുകാരനെ പറ്റിക്കാൻ ഒരുങ്ങുന്നു. ഹലോ, അല്ലല്ല, നേരത്തെ വിളിച്ച നമ്പറല്ല. ഈ നമ്പറാണല്ലോ തന്നത്. എനിക്കറിയില്ല. അല്ലല്ല, പിന്നെ പേരെന്താ? പേര് മാത്യു. പ്രാങ്ക് ചെയ്യുന്ന ആളിന്റെ ഫോണിലേക്ക് വരുന്ന മിസ് കോളുകളും തുടർന്നുണ്ടാകുന്ന സംഭാഷണവും അത് വരുത്തിവെക്കുന്ന വിനകളുമാണ് ഇന്നത്തെ പ്രാങ്ക് കെണിയിൽ ഉൾപ്പെടുന്നത്. കാണാം ഇന്നത്തെ ഓ മൈ ഗോഡ്. ഹലോ, ജയദേവനല്ലേ? അല്ല, മാത്യു. ഇന്നലെ പറഞ്ഞ മാത്യു. മാത്യു ജയദേവനല്ലേ? അതെ. പിന്നെ ഓഫീസിലെത്തിയോ? ടെക്നോ പാർക്കിലല്ലേ ജോലി? ഞാനോ? ഞാൻ വീട്ടിലുണ്ട്. അല്ല, നിക്കേ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ, ജോലിയാണോ? ബിസിയാണോ? ഇനി നമുക്ക് നാളെ ഒന്ന് കാണാൻ പറ്റുമോ? വാലന്റൈൻസ് ഡേ അല്ലേ, നമുക്കൊന്ന് കാണാൻ പറ്റുമോ? വൈകുന്നേരം അല്ല, നമുക്ക് രാവിലെ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുമോ? അതെന്ത് പറ്റി? ആറ്റിങ്ങിൽ പോണ വഴിക്കൊന്ന് വാ. അല്ല, ഒരു കാര്യം ചെയ്ത്, അല്ല ഞാൻ പറയട്ടെ, ഞാൻ അങ്ങോട്ട് പറയട്ടെ, ഞാൻ അങ്ങോട്ട് വരാന്ന. ഓ, നമ്മൾ പരസ്പരം കണ്ടിട്ടില്ലല്ലോ, അപ്പൊ എങ്ങനെ തിരിച്ചറിയും? ഫോൺ വിളിച്ചതും പറഞ്ഞ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ ചുമന്ന ഡ്രസ് ഇട്ടുകൊണ്ട് വരാം. അപ്പൊ ഇയാളത് ഇട്ടോണ്ട് വരുമോ? റെഡ് കളർ ഇട്ടോണ്ട് വരാവോ? അപ്പൊ തിരിച്ചറിയാൻ പറ്റുമല്ലോ പെട്ടെന്ന്. ഓഫീസ് ജോലിക്ക് കയറിയോ? ടെക്നോ പാർക്ക് ജോലിക്ക് കയറിയാ? അപ്പൊ ശരി, നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. അപ്പോഴേ എന്നെ വിളിക്കുവോ? ആറ്റിങ്ങിൽ വരുമ്പോ എന്നെ വിളിക്കാതെ ഞാൻ അങ്ങോട്ട് വിളിക്കണോ? അപ്പൊ റെഡ് ഷർട്ടിന്റെ കാര്യം മറക്കല്ലേ, തിരിച്ചറിയുന്നേ. ഓ, ഓക്കെ, ശരി. ഹലോ, ഞാൻ വീട്ടില്. ഹസ്ബൻഡ് ഉണ്ട്. അതെ, ഞാൻ പറയട്ടെ, മ്യൂസിക് വേണ്ട. ആരെങ്കിലും നമ്മളെ പരിചയമുള്ള ആരെങ്കിലും കണ്ട പ്രശ്നമാവില്ലേ? വേറെ ഉള്ള സ്ഥലം പറ, അവിടെ ഞാനൊരു കാര്യം പറയട്ടെ, തമ്പാനൂരൊന്നും വേണ്ട, ശംഖുമുഖത്ത് പോയാലോ? പിന്നെ ഒരു കാര്യം, ഡ്രസ് നമുക്ക് പരസ്പരം കണ്ടിട്ടില്ലല്ലോ. ഞാൻ എന്തായാലും റെഡ് കളറാണ് ഇടുന്നത്, ചുവപ്പ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യും, റെഡ് ഷർട്ട് ഇട്ടുണ്ടോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാലോ. ഓ, പച്ച വേണ്ട. ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ ഒരു ആഗ്രഹം പറയുന്നതല്ലേ. ഫുഡൊക്കെ കഴിച്ചോ? എന്തിനാ പറ്റിക്കുന്ന പരിപാടിയൊന്നും കാണിക്കില്ല. ഞാൻ വരാന്ന് പറയും, ഞാൻ വരും. പക്ഷെ ജയൻ അവിടെ ഉണ്ടാവണം. അപ്പൊ ഓക്കെ, നമുക്കത് നാളെ കാണാം. ഓക്കെ, ശരി. അയ്യോ, ഇതാണോ? ഓ, ഇപ്പോഴല്ല, ഒരു 3-4 മാസത്തിന് മുമ്പേ നമ്പർ തന്നല്ല, മിസ് കോൾ അടിച്ചു. 2 തവണ മിസ് കോൾ അടിച്ചിട്ട് ഞാൻ എടുത്തില്ല. എനിക്കറിയാം, എന്റെ ഫോണിൽ കോൾ വന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു ജയദേവനാന്ന് പറഞ്ഞ് സംസാരിച്ചു. ജയദേവനല്ലേ ഇത്? ജയദേവന്റെ നമ്പർ ഇതല്ലേ? ഈ നമ്പറല്ലേ? അപ്പൊ ഇത് ജയദേവന്റെ നമ്പർ തന്നെയല്ലേ?
എനിക്കറിയില്ല ജയദേവൻ എന്ന് പറഞ്ഞ ആരാണ്. ഞാൻ കള്ളം എന്തിന് ഇപ്പോഴും ഇയാൾ എന്നെ പറഞ്ഞു പറ്റിക്കുമല്ലേ? അല്ല, എൻ്റെ പേര് ജയദേവനല്ല, എൻ്റെ പേര് മാത്യു. ഞാൻ അങ്ങനെ താങ്കളെ വിളിച്ചിട്ടില്ല, എനിക്ക് ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷെ പിന്നെ നമ്പറായിട്ട് മാറി വന്നതല്ല. ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല ജയദേവനാണ്. പിന്നെ ഈ നമ്പർ പിന്നെ സംസാരിച്ചു തരാം. നേരത്തെ സംസാരിച്ചിരുന്നില്ല, നമ്മൾ തമ്മിലല്ലേ സംസാരിച്ചത്. ഫ്രണ്ട്ഷിപ്പ് ആയാലും അപ്പൊ കാണണമെന്ന് തോന്നി, നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ സംസാരമൊക്കെ കേട്ടപ്പോ നല്ല നല്ല വോയിസ്, പക്ഷെ നേരി കണ്ടപ്പോ ലുക്കൊന്നും അല്ല, ഞാൻ ഉദ്ദേശിച്ച ലുക്കൊന്നും അല്ല. സംസാരത്തിനൊന്നും അറിയാൻ പറ്റില്ലല്ലോ, എന്നെ നേരെ കാണാൻ പറ്റില്ല. നേരി കണ്ടിട്ട് വേണം നമ്മളൊരാളെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ തീർച്ചപ്പെടുത്തേണ്ടത്. ഞാൻ ശംഖുമുഖത്ത് വരണ്ടെന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും നമ്മളെ കണ്ടാലേ നീ ഭയങ്കര കള്ളിയാ. നീ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെന്ന്. ഞാൻ ഇറങ്ങിയില്ലെന്നല്ല, ഇറങ്ങി. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞ, എന്നോട് കള്ളം പറയത്തില്ല. അപ്പൊ എനിക്ക് ജസ്റ്റ് ചെറിയൊരു കള്ളം പറയാല്ലേ. എനിക്ക് എന്നോട് പറഞ്ഞ ഫുള്ള് കള്ളമല്ലേ. ജയദേവൻ എന്ന് പറഞ്ഞിട്ട് ജയദേവൻ അല്ലെന്ന് ഇപ്പഴും എന്റെ മുന്നിൽ വന്നിട്ടും പറഞ്ഞ ജയദേവൻ അല്ല. മാത്യു എന്നാണ് പേര്. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതേ വോയിസ് തന്നെ, ശബ്ദം. അതാ ഞാൻ കൺഫേം ചെയ്തത്. എന്തിനാടേ കള്ളം പറയുന്നത്? ഇത്രയൊക്കെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയപ്പോ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? ഇന്ന് ഓഫീസിൽ പോണ്ടായിരുന്നോ? ഓഫീസിൽ പോണ്ടായിരുന്നു. ഇന്നലെ പോയി, ഇന്ന് പോണമെന്നും പറഞ്ഞ് നിൽക്കായിരുന്നു. കഴക്കൂട്ടത്തില്ലേ? ഇൻഫോസിസിലാണോ അതോ ടെക്നോ പാർക്കിലോ? പിന്നെ വേറെ എന്തുണ്ട് വിഷയം? ഞാൻ ഇല്ല, ഇപ്പൊ ഇവിടെ ആകുമ്പോഴേ നമുക്ക് ആരും, എന്നെ ആരും അറിയുന്നവരാരില്ല. എന്നെ ഇയാളെ ആരെങ്കിലും പരിചയമുള്ളവരാരും ഉണ്ടോ? ഞാൻ മരുതൻകുഴിയില്. എന്റെ വീട് എന്നെ കൊണ്ടുവന്നത് കഴക്കൂട്ടത്ത്. ഞങ്ങളിപ്പോ വസ്തു മേടിച്ചിട്ട് ഇപ്പൊ 2 മാസമായതേ ഉള്ളൂ മരുതൻകുഴിയില്. എന്റെ സ്വന്തം ആ ഉള്ളിലോട്ട്. എനിക്ക് സ്ഥലം കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. മരുതൻകുഴി ജംഗ്ഷൻ ക്ഷേത്രത്തിന് അടുത്തിട്ട് വരും. എന്റെ കോൾ വരുമ്പോ അറിയാമേലേ. ഫോണൊന്ന് കാണിച്ചു. ഞാൻ വിചാരിച്ചു വല്ല ഐഫോൺ വല്ല വണ്ടിന്ന് വീഴുന്നു, കേടായി കടയിൽ കൊടുത്തില്ല. അതാണ് ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞത്. ഫോൺ കംപ്ലൈന്റ്. അല്ല, ഇന്നലെയൊക്കെ വിളിച്ചപ്പോ ഈ ഫോണിൽ തന്നെയല്ലേ സംസാരിച്ചേ? ഐഫോൺ തന്നെയായിരുന്നു, പക്ഷേ കയ്യിൽ നിന്ന് വീണ് പോയി. എങ്ങനെ സാലറി ഒക്കെ എങ്ങനെയാ? കമ്പനി വകയാണ് സാലറി? സാലറി ഒക്കെ തുച്ഛമായിട്ട് പോയത്. ഞാൻ ഇപ്പൊ കയറിയിട്ട് ഏകദേശം ഒരു 1.5. അല്ല, ടെക്നോ പാർക്കിലാവുമ്പോ നല്ല ശമ്പളം കിട്ടൂലേ? കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നമ്മൾ വിചാരിക്കുമ്പോൾ കിട്ടും. ഇല്ലേ? ഫുഡൊക്കെ കഴിച്ചോ? പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ടാണ് ഇപ്പൊ അങ്ങോട്ട് പോയത്. ഇല്ല, ഞാൻ അന്നേരം വന്നില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടന്നു വരുന്നു. ഇവിടെ വന്നോ അന്നേരം? ഞാൻ ഇവിടെ വണ്ടി വെച്ചിട്ട് കുറെ നേരം നിന്ന്. ഞാൻ അവിടെ ഹോട്ടലിൽ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് നടന്നു വന്നിട്ടാണ് വിളിച്ചത്. അപ്പൊ എന്നെ എങ്ങനെ മനസ്സിലായി? റെഡ് കളർ ഷർട്ട് ഉറപ്പിച്ചോ? അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞ റെഡ് കളർ ഷർട്ടും ഒക്കെ ഇട്ടോണ്ട് വന്ന്. മോനാണെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് ഇപ്പൊ +2 എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ചെറിയൊരു ബിസിനസ് ആയിട്ടൊക്കെ കഴിക്കുന്നു. ഇൻവെർട്ടറിന്റെ ഒക്കെ ബിസിനസ് ആയിരുന്നു, അതൊക്കെ പൊളിഞ്ഞു. എങ്കിലും ഒരു ഇതൊക്കെ പോണു. ഇന്ന് ഞാൻ പറഞ്ഞേ അതുകൊണ്ടാണ്. ചിലപ്പോൾ ശംഖുമുഖ ഭാഗത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മളെ ആരെങ്കിലും പരിചയമുള്ളവരാലും. എന്താണെന്നറിയാമോ? ആരെങ്കിലും നമ്മളെ പരിചയമുള്ളവരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീട്ടിലും കാണാൻ ചെന്ന് പറഞ്ഞാൽ നമ്മൾ സുഹൃത്തുക്കളാന്ന് പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുമോ? വിശ്വസിക്കത്തില്ല. എന്താ പറ്റി? നാളെ ഇരിക്കാവല്ലോ. ഇതാകുമ്പോ അങ്ങോട്ട് തിരിഞ്ഞില്ല, നമ്മൾ അവിടെ ആരും കാണത്തില്ല. ഇതാകുമ്പോ അങ്ങോട്ട് തിരിഞ്ഞില്ല. അല്ലെങ്കിൽ ശംഖുമുഖത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇട്ടും പോകും. ആര് പറഞ്ഞു? ഉച്ച സമയത്ത് അത് കാണത്തില്ല. അതിലും വെയില. ഇതാകുമ്പോൾ വെയിലില്ലല്ലോ. വീട്ടിൽ എന്തോ പറഞ്ഞിറങ്ങി. എന്നെ വിളിച്ചതാണ്, ഞാൻ കള്ളം പറഞ്ഞതല്ല. സത്യസന്ധമായിട്ട് പറയാം, എന്റെ ഫോണിൽ മിസ് കോൾ വന്നിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ മിസ് കോൾ വന്നതാ. ഞാൻ എന്നിട്ട് വിളിച്ചു, 2 തവണ വിളിച്ചു അറ്റൻഡ് ചെയ്തപ്പോൾ ജയദേവനാണെന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ച്. ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്തിനാടെ ഇത്രയും പരിചയപ്പെട്ടിട്ടോ ഇയാള് ഈ കള്ളം പറഞ്ഞ എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എത്ര പേരെ വിളിച്ചിട്ടുണ്ടാവും പെണ്ണുങ്ങളെ? കള്ളം പറയരുത്. അല്ല, പിന്നെ മ്യൂസിയത്തിലൊക്കെ പോവാന്ന് പറഞ്ഞില്ല, അവിടെ പോയി ശീലമുണ്ടോ? അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ സ്ഥലമോ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതുവഴിയല്ല, നമ്മളെ ട്രെയിനിൽ തമ്പാനൂർ കയറി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നിന്റെ പേരെന്ന് പറഞ്ഞ കാതരി. കാതരി കാതരി കാതരാവള്ളി. അല്ല, ഞാൻ കാതരി എന്ന് പറഞ്ഞപ്പോ ജയൻ പറഞ്ഞ സാവിത്രി എന്നാണെന്ന്. സാവിത്രി എല്ലാവരും അറിയായിരിക്കും.
ഇല്ലെന്ന് തോന്നുന്നു സാവിത്രിയാണ്. അല്ല സാവിത്രി അല്ല, കാതിരി എന്നാണ് എൻ്റെ പേര്. ഞാൻ ഫോൺ എടുക്കാത്തതാണ്. എനിക്ക് ഞാൻ പറയാം, ഒന്നിടാത്ത നമ്പർ ഒന്നല്ലേ എന്റെ അടുത്ത് നിന്ന് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞ് ഫോൺ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പരിചയമില്ലാത്ത നമ്പർ പിന്നെ വിളിച്ചോളാം പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ എടുത്തത്. ഓ അത് ശരി. അപ്പോഴാണ് ഒരു കിളിനാഥ ശബ്ദം കേട്ടത്. അറ എന്റെയാണോ കിളിനാഥം? ആരെല്ലാം കേട്ടാ അടിക്കുവേ കിളിനാഥം എന്നൊക്കെ കേട്ട് കഴിഞ്ഞു. ഞാൻ കുറെ നേരം അവിടെ നിന്ന് മരുന്ന് കുഴി. എന്തിനു മരുന്നും കുഴി എന്തിനാ നിൽക്കുന്നത്? ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുക, ചുവന്ന ചുരിദാറിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ കണക്കിന് ചുമന്ന ചുരിദാറിട്ട് ആരെങ്കിലും വന്ന് അവിടെ പറയുന്നത് പോലെ. എന്നിട്ട് ആക്റ്റീവിൽ പോകുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കൊച്ചു പിള്ളേരെ തോന്നി പഠിക്കാൻ പോകുമ്പോഴോ. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ത്രീ പക്വതയുള്ള പ്രായമുള്ള അവരെ ബാക്കിൽ നിന്ന് വെച്ച് പിടിക്കും. പരിചയക്കാരെങ്കിലും കാണും? എന്നെ പരിചയക്കാരല്ല, പറയാനൊക്കെ സ്വാഭാവികമായിട്ട് ആരെങ്കിലും. എത്ര വരെ പഠിച്ച്? ഞാനോ ഡിഗ്രി. എത്ര ഏജ് എത്ര? അതൊക്കെ പെമ്പിളാറെ വയസ്സ് ചോദിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. പെമ്പിളാറെ വയസ്സ് ചോദിക്കുകയേ ചെയ്യരുത്. എന്തായാലും ഏജ് കുറവൊന്നും പറയുന്നില്ല, എനിക്ക് ഏജ് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല. അല്ലെങ്കിൽ പെമ്പിളാറെ വയസ്സൊന്നും ചോദിക്കാം, അല്ലെങ്കിൽ ചോക്കിട്ട് നോക്കി അടിക്കും. എന്താ ഇവിടെ ഇരിക്കുന്നത്? വെറുതെ ആരോ നിങ്ങളെ ഞങ്ങൾ സുഹൃത്തുക്കൾ എന്താ അല്ല ചോദിച്ചാ, കണ്ടിട്ടില്ല. ഞങ്ങളിവിടെ വെച്ച് കണ്ടതാ. അപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് കണ്ടു? അല്ലല്ല, നേരത്തെ പരിചയമുള്ളൂ. തന്നെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? 6 മാസം കൂടെ ഉണ്ടോ അതോ 1 മാസമായോ? 2-3 മാസത്തിന് മുമ്പ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിന്റെ പേരെന്തേടാ? മാത്യു. എവിടെ ഉള്ള? ഞാൻ നെട്ടയത്ത്. നിനക്ക് എന്താ പണി? ഞാൻ ടെക്നോ പാർക്കിൽ കൺസ്ട്രക്ഷൻ കമ്പനി. അവിടെ നീങ്ങിക്കുന്നതാണ്. കയ്യറാ ടെക്നോ പാർക്കിൽ? ഇതാരും അറിയാടാ? ഇല്ല ഇല്ല സാർ, കാര്യം എന്നെ വിളിച്ചു വന്നതാണ്. വിളിച്ചു വന്നതാണ്. വിളിച്ചു വന്നതാണ്. ദേവോത്രം ചെയ്തത്. ഞാൻ വിളിച്ചു വന്നതാണ്. എന്റെ സുഹൃത്താ, ഞാൻ പറഞ്ഞില്ലേ പരിചയമുള്ള. നിനക്ക് എന്താ പെമ്പിള്ളേരെ കാണും? നിനക്ക് എന്ത് ഫോൺ? നീ എന്താ മിസ് കോൾ അടിച്ചടിക്കണേ? ഞാൻ വിളിച്ചിട്ടില്ല. നീ എന്താ ഇവലെ ഒരു 2 മാസം കൊണ്ട് മിസ് കോൾ അടി? ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടില്ല. വിടണ്ട. 1 മാസം കൊണ്ട് എന്നെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടില്ല. എന്നെ വിടല്ലേ അവനെ? തിങ്കളാഴ്ച എന്നെ വിളിച്ചതാ. ഞാൻ ചേട്ടൻ ഇതെല്ലാം ചെയ്തവൻ അല്ലേ? ഇത് ചെയ്തേ. നീ എന്താ ചെയ്തവൻ പറഞ്ഞിട്ട് ഇവിടെ ഫോണിൽ കിടന്ന് ചുമ്മാ വിളി. എന്റെ സാറേ, ഞാൻ വിളിച്ചിട്ടില്ല. എന്നെ ഫോൺ നോക്ക്. ഞാൻ കള്ളം പറഞ്ഞത് സാറിന്. ഇതാണ് ഫോൺ. പിന്നെ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞ് വിളിച്ചതാ. അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഞങ്ങൾ എന്തിനാ പറഞ്ഞത്? രാത്രിയും പകലും കിടന്നിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങുന്നത് വേണ്ടേ? ഏതെങ്കിലും ഒരു പെമ്പിള്ളേർ ഫോണിൽ മിസ് കോൾ എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് നീ എന്നെ ട്രാപ്പിലാക്കാൻ വിളിക്കുന്നു. പഞ്ചാര അപ്പോൾ പറഞ്ഞു ഇല്ല, എനിക്കൊരു ഫ്രണ്ട്ഷിപ്പ് എന്നിട്ട് ഞാൻ പറഞ്ഞു വരൂലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ 2 മാസം മുമ്പ് വിളിച്ചിട്ട് വന്നിരുന്നു. കോള് വന്നിട്ട് പിന്നെ അറ്റൻഡ് ചെയ്ത് പിന്നെ വീണ്ടും ഞാൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു. നിന്റെ പേരെന്ത്? ജയദേവൻ എന്നാണോ നിന്റെ പേര്? മാത്യു. നിന്റെ ഒറിജിനൽ പേര് മാത്യു അല്ലല്ലോ? തന്നെ മാത്യു. ജയദേവൻ. എന്റെ നമ്പർ പറ. പറഞ്ഞുതരാം. ഫോൺ നിന്റെ ഫോൺ ഒന്ന് എന്റെ അല്ല നീ ആ നമ്പറിലോട്ട് ഒന്ന് മിസ് കോൾ. ഇപ്പൊ അവന്റെ ഒറിജിനൽ പേര് ഇതിനകത്ത് വരും. എന്തൊരു ടെക്നിക്ക് ഇതാരടാ? ഇത് നിന്റെ പേര് തന്നെ? ശിബുദേവൻ. ശിബുദേവൻ തന്നെ. നീ പിന്നെ ഇരടാ മാത്യു എന്ന് പറഞ്ഞാൽ എന്താ? പേരാണ് ഷിബു. ഇത് എന്തൊക്കെ ജയദേവൻ മാത്യു? ഇവന് 56 പേര്, 56 പെണ്ണുങ്ങളുടെ കമ്പനി. എന്താണ് ഏർപ്പാട്? എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വിളിക്കുമ്പോ എന്റെ ഫോൺ അല്ല ഐഫോൺ കൊണ്ടുവന്നില്ല. ഐഫോണിലായിരുന്നു നിന്റെ അവസാനം. ഇങ്ങോട്ട് ശാലോ ഞാൻ ചോദിക്കട്ടെ. 7:37 വിളിച്ചിട്ടുണ്ട് തന്നെ. ഇന്നലെ 1:49 വിളിച്ചിട്ടുണ്ട്. 3:08 വിളിച്ചിട്ടുണ്ട്. ഇനി രാവിലെ 7:33 നീ അങ്ങോട്ട് വിളിച്ചേക്കണേ. എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചാ ചേട്ടാ നോക്ക്. ഹലോ ഇങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ പെമ്പിള്ളേർ വിളിച്ചിട്ട് ഈ പാതിരാത്രി വേറൊരാളുടെ ഭാര്യയല്ലേ?
എടാ നീ കല്യാണം കഴിച്ചാ? കല്യാണം കഴിച്ച് ഭാര്യയുടെ നമ്പരാ? സാറേ എന്നെ ഭാര്യയുടെ നമ്പരാടേ? വിളിച്ചിട്ടില്ല. വിളിച്ചാൽ അവരെ നമ്മൾ ഭാര്യയുടെ തൊഴിലാളിപ്പം ആണുങ്ങളെ മുമ്പ് തൊഴിലടാ നീ. ഞാൻ വിളിച്ചിട്ടില്ല. ഇതാ വണ്ടി വെച്ചോട്ടെ, വണ്ടി ഇടാൻ പറയാം. ഭാര്യയുടെ നമ്പരാ? ഭാര്യയുടെ നമ്പർ തരാം. ഭാര്യയുടെ നമ്പർ പറയണേ. ഇതേ കുടുംബം തന്നെ, ഇതേ പ്രശ്നമാണ്, ഇതേ കുടുംബമാണ് ഞങ്ങളെ കുടുംബം. ഇടാ ഇതേ കുടുംബമാണ് ഞങ്ങളൊന്നും തൊലയിടത്, മനസ്സിലായി? ഞാൻ ഇങ്ങോട്ടേക്ക് സംശയത്തോടെ ഞാൻ ഇവിടൊക്കെ കൊടുത്ത് അടി കൊടുത്തിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യായിരുന്നു? രാത്രി ഉറക്കമില്ലെന്ന്, രാത്രി പുള്ളിക്ക് ഉറക്കമില്ലെന്ന്, ചുമ്മാ മിസ് കോൾ. എന്റെ അമ്മ സത്യം ഞാൻ വിളിച്ചിട്ടില്ലേ? എന്ത് പണി? ഞാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. എന്തായിട്ട്? ഞാൻ വെൽഡർ ആയിട്ട് പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്യുന്നത്. നീ കൺസ്ട്രക്ഷൻ കമ്പനി ഏത് സെക്ഷനിൽ? മറ്റേ കപ്പലായിട്ടുള്ള സ്ഥലത്താണ്? മറ്റേ ചെറിയ ചിത്ര, ഞാൻ പറയുന്നത് ചിത്രശലഭത്തിന്റെ മോഡലുള്ള അതാണ് മറ്റേ ചേട്ടാ വർക്കിന് പോകുന്നതാണ്. അപ്പൊ നീ കോൺട്രാക്ടർ എന്ന് പറഞ്ഞു കോൺട്രാക്ട് ബേസിൽ പോകുന്ന വർക്കാ. നീ കോൺട്രാക്ടറാണോ? ശമ്പളം കിട്ടുള്ളൂ. കോൺട്രാക്ടർ ആരാ നിന്റെ? എന്റെ കോൺട്രാക്ടർ ഇവിടെ കടക്കൂട്ടത്തുള്ള ഒരു പാർട്ടി. അത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ 1.5 മാസം തൊട്ടായിരുന്നു അവിടെ കയറിയത്. 1.5 മാസമായിട്ട് കോൺട്രാക്ടിന്റെ പേരറിയില്ല. കോൺട്രാക്ടർ ആരാ? ജയദേവനാണ്. അപ്പൊ നിന്റെ മുതലാളിയാണ് ജയദേവനാണ് ഇവിടെ വിളിക്കുന്നത്? എന്തോ എനിക്കറിയില്ല സാറേ. നീ എവിടെ താമസിക്കണേ? നെട്ടയത്ത് മറ്റേ അവിടെ ഒരു കൺട്രാക്ട് ഉണ്ടല്ലോ, അവന്റെ പേരെന്തായിരുന്നു? നമ്മളൊരിക്കൽ എന്തൊരു അവിടെ ഇവിടെ വിളിച്ച് മരുന്ന് വിളിച്ച് പണി ചെയ്തില്ലേ? രാം ദേവ അങ്ങനെയുള്ള ആരെങ്കിലും അറിയാമോ നിനക്ക്? രാം ദേവ് എന്ന് പറഞ്ഞ ആരെങ്കിലും അറിയാമോ? നെട്ടയത്തുള്ളൊരു കൺട്രാക്ട് അറിയാമോ? പെയിന്റർ കൺട്രാക്ടാണ്. കറുത്തിട്ട് അതന്നെ. അയ്യോ അറിയാം? അറിയില്ലേ? ഹലോ റാമേ, നിങ്ങൾ നെട്ടയത്തെ മറ്റേ എന്താ പേര്? മാത്യു എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു പെയിന്റിങ് പണിക്കൊക്കെ പോകണമുണ്ടോ? പിന്നെ നിങ്ങളുടെ കൂടെ ഉള്ള പണി നെട്ടയത്ത്. നീ എവിടെ താമസിക്കണേ? അവനും അവിടെ തന്നെ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കോ? ഷിബു എന്ന് പറയുന്നതാണ് എനിക്ക് ഇതിനകത്ത് അടിക്കുമ്പോൾ ബ്ലൂ കോളറിൽ വരുന്നത്. ഷിബു എന്ന് പറഞ്ഞാണ് വരുന്നത്. പെയിന്റ് പണിക്കുമ്പോൾ ഷിബു തന്നെ. രാം എന്നാണ്. ഞാൻ അടിച്ചിട്ടില്ല അന്ന് വീട്ടിൽ. അത് തന്നെ. അതാരാണ് നിന്റെ? കൂട്ടുകാരനുമല്ല, സുഹൃത്തല്ല, കൂട്ടുകാരനാണ്. അവൻ കൺട്രാക്ടാണ്. നിനക്ക് ഇതുവരെ ഒന്ന് വരാൻ പറ്റുമോ? പെട്ടെന്ന് ഒരു കേസേ ഞാൻ ഇത്രയും ദിവസം പാവപ്പെട്ട ഞാൻ വിളിച്ചിട്ടില്ല രാത്രി ദിവസങ്ങളിൽ. ഒരു കാര്യം അറിയാമോ? BP ഷുഗർ ഉണ്ടായിരുന്നു. BP കയറിയപ്പോൾ ഷുഗർ അങ്ങ് കുറഞ്ഞു. പിന്നെ തലയിറങ്ങി പറഞ്ഞു. തിങ്കളാഴ്ച വിളിച്ചു പനിയാന്ന് തൊട്ട്. അല്ലെങ്കിൽ ഞാൻ ഇതിനെ വിളിച്ചിട്ടില്ല. നീ ഇതിനുമ്പോ വിളിച്ചിട്ട് വച്ചിട്ട് പിന്നെ നിന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വിളിച്ചിട്ടില്ല. സത്യം. ഡെയിലി വിളിക്കണ്ടേ? ഞാൻ വിളിച്ചിട്ടില്ല. ഡെയിലി നീ വിളിച്ചോണ്ടിരുന്നല്ലേ? വിളിച്ചിട്ടില്ല. ശല്യം കരുതി പാതിരാത്രി 12 മണിക്കൊക്കെ. ഇതാണ് അതാണ് അറിയാമോ? നീ ഇവിടെ ഇവിടെ വന്നാടേ? നീ ഇവിടെ വന്ന പേട്ടയിൽ വന്നാ? എടേ ഇവന് ഞാൻ പറയാം, എന്റെ മരുന്നുകുഴിയിൽ പണിക്ക് നീ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് നീ ഞാൻ ഇന്നാളെ ചോദിച്ചില്ലേ അവിടെ ഒരു പെയിന്റർ ഉണ്ടാന്ന്. ഇവനാണ്ട് രാത്രി പെണ്ണുങ്ങളെ വീട്ടിൽ ഇരുന്ന് വിളിയോടെ വിളി. ഫോട്ടോ എടുക്കട്ടെ? അല്ലേ നമ്മൾ ഫോട്ടോ എടുക്കട്ടെ? ഫോട്ടോ എടുക്കട്ടെ? 2 ദിവസം കൊണ്ടാ? നീ 1-2 മാസം കൊണ്ട് വിളിയോടെ വിളി. പിന്നെ ഞാൻ വിളിക്കുമ്പോ 2 ഇന്ന് നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നാ? അപ്പൊ നിനക്ക് വയറുവേദന എന്ന് പറഞ്ഞ് നീ മുങ്ങിയ? നീ സ്കാൻ ചെയ്താ? എന്ത് സ്കാൻ ചെയ്യാൻ പോകുന്നത്? സ്കാൻ ചെയ്യാൻ വേണ്ടില്ല. നമ്മൾ പേർക്കട മറ്റേ പോലീസിന് ഇവിടെ അടുത്തുണ്ട് പേട്ട. അവിടെ കയറ്റി അവർ സ്കാൻ ചെയ്തു. എന്തായാലും ഇന്ന് ജോലി മുടക്കിയിട്ടാണ് വന്നത്. ആശുപത്രി പോകണമെന്ന് പറഞ്ഞു സ്കാനിങ്ങിന്. ഇതാണോ സ്കാനിങ്? സ്കാനിങ്. ഹാപ്പി വാലന്റൈൻസ് ഡേ കൊടുക്കും. ഹാപ്പി വാലന്റൈൻസ് ഡേ. വൈഫിനെ വിളിച്ചോളൂ. വൈഫ് ഇപ്പം വരും. വൈഫിനെ പറഞ്ഞിട്ടുണ്ട്. വൈഫൊക്കെ പിടി. ഹാപ്പി വാലന്റൈൻസ് ഡേ. പിടിച്ചോ.
പുള്ളിക്കാരൻ ഈ പറഞ്ഞതുപോലെയൊന്നും അല്ല. അല്ല. നല്ല എക്സ്ട്രാ ഡീസൻ്റ് ആണ്. ഫാമിലിയായിട്ടും പിള്ളേരായിട്ടൊക്കെ നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ്. അതെ അതെ പക്ഷേ നമ്മൾ വിളിച്ച് വരുത്തി അനുജയെ കൊണ്ട് അങ്ങനെ വിളിച്ച് വരുത്തി കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമേ അതെ ഉള്ളൂ. അതെ അല്ലാതെ നല്ല ഒരാളിനെ ചീത്തയാക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് സംഭവിച്ചത്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നല്ല സ്വഭാവക്കാരനാണ്, ഒരു കാരണവശാലും വീഴാൻ സാധ്യതയില്ല, എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മാക്സിമം അങ്ങനെ ആക്കി കൊണ്ടുവന്നതാണ്. ചേട്ടാ ഇങ്ങനത്തെ വല്ല സ്വഭാവം ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല ഇല്ല. വീടുമായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അതാ പ്രധാനം ഇടിക്കും എന്നുള്ള പേടിയാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറയണമല്ലോ, അല്ലെങ്കിൽ ഒരു കുടുംബകലം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശിച്ചു. നമ്മളങ്ങനെ ഉണ്ടാക്കിയ ചരിത്രമില്ല. അപ്പോൾ കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. ആദ്യം പ്രാഞ്ചേട്ടാ ആദ്യമായിട്ട് നമ്മുടെ കൗമുദി ടിവിയുടെ വകയായിട്ട് ക്യാഷ് പ്രൈസ് ആണ്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങ നൽകുന്ന സമ്മാനം, ദീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, കാസ്റ്റിൽ ഓഫ് ജീൻസ് തൃക്കാക്കര കൊച്ചി നൽകുന്ന സമ്മാനം, ഫോർവിഷ് മാട്രസ് നൽകുന്ന സമ്മാനം. പുള്ളിയുടെ വീട്ടിൽ ഞങ്ങളും കൂടെ പോവുകയാണ്. വൈഫിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാണ്. നമ്മൾ ഹസ്ബൻഡിന് 2 ദിവസം മുമ്പ് ഞങ്ങൾ ഫോൺ ചെയ്തിരുന്നു. അമ്മ ഒന്ന് പറ്റിക്കുക എന്നുള്ളത്. നമ്മൾ ഓമേഗോഡിൻ്റെ ടീമുകളാണ്. അപ്പോൾ ആ പുള്ളിയെ ഞങ്ങൾ വിളിച്ചൊന്ന് പറ്റിച്ചു. അപ്പം പുള്ളിയുടെ വീട്ടിൽ പുള്ളിയെ തെറ്റിദ്ധരിക്കരുത് എന്നുള്ള രീതിയിൽ വീട്ടിൽ വന്ന് കാര്യം പറയരുത്. ഞങ്ങൾ ട്രാപ്പിലാക്കിയതാണ് പുള്ളിയെ, മനസ്സിലായോ? വിഷ്വൽ വരുമ്പം പുള്ളിയെ കുറ്റം പറയരുത്, ഞങ്ങൾ ചെയ്ത ഇതാണ് ആക്കിയത്. തോന്നിക്കുന്ന ആളാണ്, കക്ഷിയാണ് ട്രാപ്പിലാക്കി. വേറെ വിഷമമൊന്നുമില്ലല്ലോ. പുള്ളി സത്യസന്ധമായിട്ട് തന്നെ പെരുമാറിയിട്ടില്ല. ഞങ്ങളാണ് വഴിയാധാരം ആക്കിയത്. ഇങ്ങനെ അതിനൊരു കുഴപ്പമുണ്ടാക്കരുത്. Happy Valentine's Day.